ഇന്ത്യൻ തീരത്തെ ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാൻ എന്ന അമേരിക്ക യമൻ വിമതരായ ഹൂത്തികൾക്ക് പണവും ആയുധങ്ങളും ഒക്കെ നൽകി ആക്രമണം നടത്തുന്നുവെന്നാണ് പെന്റഗൺ ആരോപിക്കുന്നത്. എന്നാൽ ഈ ആരോപണങ്ങൾ ഇറാൻ നിഷേധിച്ചു. അതിനിടെ മറ്റൊരു ഇന്ത്യൻ ഫ്ലാഗ് ക്രൂഡ് ഓയിൽ ടാങ്കറിന് നേരെയും ഡ്രോൺ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അർജുൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഇത് ഈ ഇന്ത്യൻ കപ്പൽ എവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്? കമ്പനിയുടെ വിവരങ്ങളുണ്ടോ? എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? ദിവിഷ, നിലവിൽ ഇന്ത്യൻ കപ്പലിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും ഈ MV സായിബാബ എന്നുള്ള കപ്പലിനെതിരെയാണ് ഡ്രോൺ ആക്രമണം ചെങ്കടലിൽ വെച്ച് നടന്നത് എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ ആർക്കും പരിക്കില്ല. വേണ്ട സഹായങ്ങളെല്ലാം തന്നെ അമേരിക്കയുടെ നാവികസേന നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ പോർബന്തറിൽ നിന്നും 217 നോട്ടിക്കൽ മൈൽ ദൂരത്ത് വെച്ച് നടന്ന വ്യോമാക്രമണം. അതിന് പിന്നിൽ ഇറാൻ ഫണ്ടഡ് ആയിട്ടുള്ള ഹൂതികളാണ് ആക്രമണത്തിന് പിന്നിൽ എന്നുള്ള ആരോപണവുമായി പെന്റഗൺ എത്തിയിരിക്കുന്നത്. അതിന് പിന്നിൽ പ്രധാനമായിട്ട് പറയുന്നത് ഈ ഇസ്രയേൽ പലസ്തീൻ യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ ചെങ്കടൽ കേന്ദ്രീകരിച്ച് ഇറാൻ ഹൂതികളെ കൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ അതിന്റെ തുടർച്ചയാണ് ഇന്നലെ അറബിക്കടലിലും ഉണ്ടായത് എന്നുള്ള കാരണമാണ് നിലവിൽ അമേരിക്ക പറയുന്നത്. പക്ഷേ ഈ ആരോപണങ്ങളെ എല്ലാം തന്നെ ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇറാന്റെ വിദേശകാര്യ സെക്രട്ടറി അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളുമായി ഈ ഹൂതികളെയും അതുപോലെ തന്നെ യമനെയും ബന്ധിപ്പിക്കരുത് എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഇറാൻ പങ്കുവച്ചിരിക്കുന്നത്. നിലവിൽ ഈ ഒക്ടോബർ 17 ശേഷം 15ാമത്തെ ആക്രമണമാണ് ചെങ്കടലിൽ വെച്ച് ഈ ചെങ്കടൽ കപ്പലുകൾക്ക് സുരക്ഷിതമായ ഒരു പാത ഒരുക്കാൻ വേണ്ട ഇടപെടലുകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്.